everyone, welcome to my YouTube channel My Ramblings by Reshma. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സൺഡേ വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് പോവാണ്. സോ വി ആർ ഓൺ ദ വേ ടു കൊച്ചി. ഇതൊരു ട്രാവൽ വ്ളോഗൊന്നുമല്ല, ഇറ്റ്സ് എ സൺഡേ വ്ളോഗ്. ട്രാവൽ വ്ളോഗ് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കുട്ടീനെ കൊണ്ട് പോകുമ്പോഴുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ പ്ലീസ് ടു വാച്ച് ദ വീഡിയോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു അറൗണ്ട് 4:45-5 ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങി. ഒരു 9 മണിക്ക് മുന്നേ എത്തണമെന്നൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ബട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ എത്താൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ബ്രേക്ക് എടുക്കാൻ നിർത്തിയേക്കാണ്. ഒരു പെട്രോൾ പമ്പിലാണ് നമ്മൾ ബ്രേക്ക് എടുക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന റൂട്ടല്ല ഇന്ന് വന്നത്. ഇന്ന് നമ്മൾ കോട്ടക്കൽ പൊന്നാനി ആ റൂട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ റൂട്ട് വന്നിട്ടുള്ളവർക്കറിയാം, നല്ല റോഡാണ്. പണ്ടത്തെ പോലെ നല്ല റോഡാണ്. പെട്ടെന്ന് നമുക്ക് നല്ല സ്പീഡിൽ പെട്ടെന്ന് വരാൻ പറ്റും. ഇപ്പോൾ കുട്ടീനെ കൊണ്ടൊക്കെ പോവുകയാണെങ്കിലും ഗട്ടറൊന്നും ഇല്ലാത്ത നല്ല റോഡ് ചൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ റൂട്ട് പിടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് ആ റൂട്ട് വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വ്യൂ ആണ്. എൻ്റെ വ്യൂവും ആ റോഡിൻ്റെ ഇതൊക്കെ ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഇതായിട്ട് ഞാൻ ആഡ് ചെയ്യാം. അത്ര നല്ല റോഡാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ ഞങ്ങൾക്ക് രാവിലത്തെ സൺറൈസിൻ്റെ ഒക്കെ കുറച്ച് വ്യൂവും ഒക്കെ ആയിട്ട് നല്ലൊരു ഇൻ്റർനാഷണൽ ടച്ചോട് കൂടി ഉള്ളൊരു റോഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. 3 ലൈൻ ആയിരുന്നു. അപ്പോൾ യെസ്, അപ്പോൾ ട്രാവൽ വ്ളോഗ് അല്ല, സ്റ്റിൽ എനിക്കൊന്ന് പറയണമെന്ന് തോന്നിയാലും ഞങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഹായ് എവരി വൺ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ അറൗണ്ട് 10:30 ഒക്കെ ആയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ. ഇനി ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചൊന്ന് ഫ്രഷ് ആവണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്നാക്സ് ഒക്കെ കഴിക്കണം. ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു ലഞ്ച് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. ഇത് ബീട്രൂട്ടും ക്യാരറ്റും തോരൻ വെക്കാനായിട്ട് കടുക് പൊട്ടിക്കുകയാണ്. ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെല്ലാം. പിന്നെ നല്ല മത്തി കിട്ടി, അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ സാമ്പാർ ഇവിടെ സെറ്റായിക്കൊണ്ട്. ഇത്രയും ട്രാവലൊക്കെ ചെയ്ത് വന്നിട്ട് ഞാൻ ഓർഡർ ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നി ഇവിടെ ഓർഡറൊക്കെ ചെയ്തിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലും ഈസി എനിക്ക് കുക്ക് ചെയ്യാനാണെന്ന് എനിക്ക് തോന്നി. പിന്നെ കുക്കിംഗ് എനിക്കൊരു എന്താ പറയുക, ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് തെറാപ്പി ഫോർ മീ. എനിക്കിഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട്. അതിൻ്റെ ഡ്യൂട്ടി ആകുമ്പോൾ എനിക്കതത്ര ഇഷ്ടമല്ല, അല്ലാതെ കുക്കിംഗ് എനിക്കിഷ്ടമാണ്. പെട്ടെന്ന് ഒരു ലഞ്ചൊക്കെ തട്ടിക്കൂട്ടട്ടെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോഴാണ് മാഷുവും പപ്പയും അമ്മയും കൂടെ ആയിട്ട് ഋതു ബേബിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഹായ് മാഷു. അപ്പോൾ ഇന്നത്തെ സൺഡേ വ്ളോഗ് ഇത്രയ്ക്കുള്ളൂ. അത് വൈകിട്ട് ഒന്ന് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. 2 വീക്സിന് ശേഷമാണ് കേട്ടോ ഇവിടെ വിളക്കൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, വാട്ട് എവർ യു ക്യാൻ ഡു ഫോർ ദ സപ്പോർട്ട്. So see you in my next video. Bye.